എഴുന്നേറ്റ് തന്നെ വെക്കാം. നട്ടെല്ല് നിവർത്തി മുഖമൊക്കെ നേരെ, കൈമടിയിൽ മലർത്തി വെക്കാം. ദീർഘശ്വാസം എടുക്കാം. മെല്ലെ പുറത്തേക്ക് വിടാം. ശ്വാസം ഉള്ളിലേക്ക് വലിക്കുമ്പോൾ ശരീരത്തിൽ പ്രാണൻ ഊർജം നിറയുന്നത് അറിയണം. ശ്വാസം മെല്ലെ പുറത്തേക്ക് വിടാം. ശരീരം വിശ്രമിക്കുന്നത് തിരിച്ചറിയും. ഓരോ ശ്വാസത്തിലും ശരീരത്തിലെ ഓരോ കോശങ്ങളിലും ഊർജം നിറയുന്നതും പുറത്തു വിടുമ്പോൾ ശരീരത്തിൽ മനസ്സിലൊക്കെ വിശ്രമവും തിരിച്ചറിയാം. ജോയ്ഫുൾ ഒബ്സർവേഷൻ ഓൺ യുവർ ബ്രെത്ത്. സന്തോഷത്തോടെയുള്ള ശ്രദ്ധ ശ്വാസത്തിൽ. റിയലൈസ് ഇറ്റ്സ് എ മെഡിറ്റേഷൻ. താളാത്മകമായ ശ്വാസത്തെ പുഞ്ചിരിയോട് ശ്രദ്ധയോടെ നിരീക്ഷിക്കുന്നത് ഒരു ധ്യാനമാണ്. ഓം ശാന്തി ശാന്തി ശാന്തി. പ്രസന്നവും ശാന്തവുമായിക്കൊണ്ടിരിക്കുന്ന മനസ്സിനെയും താളാത്മകമായ ശ്വാസത്തെയും ശ്രദ്ധിക്കുക. ശാന്തി രൂപാശ്ച പരമാനന്ദ രൂപാശ്ച. ശാന്തിയും ആനന്ദവുമാണ് ഭഗവാൻ. അതുതന്നെയാണ് നമ്മുടെ സ്വരൂപവും. കേൾക്കുന്നത് വേറെയാണ്, അനുഭവിക്കുന്നത് അതിലും വ്യത്യസ്തമാണ്. ഈ മഹാജ്ഞാനം കേൾക്കാൻ സാധിക്കുന്നതിൽ വലിയ അനുഗ്രഹം, അതിനോട് കൃതജ്ഞതയുണ്ടാവുക, അത് ജീവിതത്തിൽ ആഴത്തിൽ ഇറങ്ങാനും മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കാനും സാധിക്കട്ടെ എന്നുള്ള വലിയ മനസ്സ്. ആ മനസ്സോടെ തുടങ്ങാം. കണ്ണുകളുമെല്ലാം തുറക്കാം. അടച്ചിട്ട് ഉണ്ടെങ്കിൽ തുറക്കാം. കുറച്ച് പേര് അടച്ചിട്ടേ ഇല്ല. കേൾക്കാം, അല്ലെങ്കിൽ പുറകിലൊക്കെ കേൾക്കാം. പറ്റുവാണെങ്കിൽ മുന്നോട്ട് വന്നിരിക്കാം. ഒരു ക്രൗഡായിട്ട് ഇരിക്കുമ്പോൾ യു വിൽ ഫീൽ ദ കണക്ഷൻ, ദ എനർജി. സോ ശ്രീമദ് ഭഗവത്ഗീത ഭഗവാന്റെ വാസസ്ഥലം എന്ന് പറയാം. കൃഷ്ണനെ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഗീത കേൾക്കുമ്പോഴും വായിക്കുമ്പോഴും ഒക്കെയാണ്. നമ്മൾ കൃഷ്ണനെ കൂടുതൽ അറിയാം. കേൾക്കുന്നതിനേക്കാൾ അപ്പുറം അദ്ദേഹത്തെ അറിയാൻ വേണ്ടി തുടങ്ങണം. സോ ദിസ് നോളേജ് അങ്ങനെ എല്ലാവർക്കും കേൾക്കാനോ അല്ലെങ്കിൽ നമ്മുടെ സമയത്തിനും സൗകര്യത്തിനും പോകാം എന്ന് വിചാരിച്ചാലും നടക്കില്ല. ബിക്കോസ് ഇറ്റ്സ് കോൾ അതിഗുഹ്യതമം. ഇത് വളരെ ഇറ്റ്സ് കോൾ സീക്രട്ട് ഓഫ് സീക്രട്ട്. അതുകൊണ്ടാണ് വിഷാദഭാവത്തിലൊന്നും ഇരിക്കുമ്പോൾ ഒരിക്കലും ഗീത തെളിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അർജുനൻ. അതിനപ്പുറത്തായിട്ട് അദ്ദേഹം ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, സ്ഥിതപ്രജ്ഞനാരാണ്, കിം ബ്രഹ്മം, കിമമാധ്യാത്മം, എന്താണ് ബ്രഹ്മം, കിമമാത്മ, ആത്മ എന്താണ്, ബ്രഹ്മം എന്താണ്. ഇങ്ങനെ ഭയങ്കര രസമാണ് ആ കോൺവെർസേഷൻ. ശരിക്കും അതാണ് അറിയാനുള്ളൊരു ആഗ്രഹം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. അതാണ് അർജുന ഉവാച. ദെൻ ഭഗവാൻ പറയും ഭഗവാൻ ഉവാച. രസമല്ലേ ഇതിങ്ങനെ കേൾക്കാൻ വേണ്ടി? ഇത് പറയുന്ന വേറെ ആരുമല്ല, ഭഗവാൻ ഉവാച. ഭഗവാൻ 5000 years ബാക്ക് സംസാരിച്ച കാര്യങ്ങളാണ് നമ്മൾ കേൾക്കാൻ വേണ്ടി പോകുന്നത്. ഭഗവാൻ ഉവാച. അത് കേൾക്കാനും പോകുമ്പോഴൊക്കെ എത്രമാത്രം നമുക്കൊരു ഒരു അർജുനനെ പോലെയൊക്കെ ഇരിക്കണം. അർജുനൻ എന്ന് വെച്ചാൽ ഒരു ക്ഷത്രിയനാണ്. ഇനിയിപ്പോൾ നമുക്കറിയാവുന്ന പറ്റുള്ള സാധനം എന്ന് വെച്ചാൽ ക്ഷതമേൽപ്പിക്കുന്നതിന് ത്രാണം ചെയ്യിക്കുന്നവനാണ് ക്ഷത്രിയൻ. അത് വെറും ശരീരത്തിൻ്റെ മാത്രമല്ല, മനസ്സിൻ്റെയും ഇമോഷൻസിൻ്റെ എല്ലാം ഒരുപാട് പേര് വളരെ വൾണറബിൾ ആയിട്ടുള്ള ഒരാളാണ്. അതാണ് പറയുന്നത്, നീ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നിന്നെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന സൊസൈറ്റി, നിന്റെ ആൾക്കാർ, നിന്റെ കൂടെ നിന്നെ വിശ്വസിച്ച് വന്ന ആൾക്കാരുടെയൊക്കെ അവസ്ഥ എന്താവും.
മെല്ലെ ഇതൊക്കെ കേൾക്കുമ്പോഴാണ് അർജുനൻ എന്നാ പിന്നെ ഒന്ന് ഇരിക്കാം, എന്താണ് നെക്സ്റ്റ്, ഇങ്ങനെയാണ് ഓരോരോ അധ്യായം, 18 അധ്യായം, 700ഓളം ശ്ലോകങ്ങൾ. ഈ സംസാരങ്ങൾ വരുന്നത് ഇങ്ങനെയാണ്. ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇതൊരു ഉപനിഷത്താണ്. ശിഷ്യന് ആഗ്രഹം വേണം. അർജുനനൊരു സംസ്കൃത ശബ്ദമാണ്. ആ സംസ്കൃത ശബ്ദത്തിൻ്റെ അർത്ഥം വളരെ രസമാണ്. അറിവ് ആഗ്രഹിക്കുന്നവൻ, അല്ലെങ്കിൽ ആർക്കാണോ അറിയാൻ ആഗ്രഹം, ജിജ്ഞാസ, ഇതുള്ളവരെയാണ് അർജുനൻ എന്ന് വിളിക്കുക. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ ആരാണ് പറയാനൊരു മടിയാണല്ലോ അർജുനൻ. അതുകൊണ്ടല്ലേ ഈ മഴയായിരുന്നു ഇന്നലെ, ഞാനൊക്കെ പെട്ടെന്ന് കർക്കിടകത്തിലെ മഴ പോലെയൊക്കെ ആയിരുന്നു. പക്ഷെ ഇന്ന് വളരെ മനോഹരം ഒരു ഡേ കൂടിയാണ്, ദേവിയുടെ ഡേ, കാർത്തിക മാസം, ദേവിയുടെ പിറന്നാളാണ്. ഒരുപാട് സെയിങ് ഉണ്ട്. മഹിഷാസുരനെ മർദ്ദനം ചെയ്തിട്ട് വരുന്ന ഒരു ഡേ ആണെന്ന് പറയും. ഇന്ന് ഈ ത്രിമൂർത്തികളുടെയൊക്കെ കടാക്ഷമുള്ളൊരു ഡേ ആണ്. ഇന്ന് പൗർണമിയാണ്. പൗർണമിയും കാർത്തികയും വ്യാഴാഴ്ചയൊക്കെ ഒത്തുവരുമെന്ന് വെച്ചാൽ ഇറ്റ്സ് വെരി റെയർ. ഞാൻ സുരേഷ് സാറോട് പറയായിരുന്നു, ഇതൊക്കെ ഒന്ന് പറഞ്ഞ് അറിയിച്ചതാണെങ്കിൽ ഗംഭീരാക്കായിരുന്നു. സത്സംഗിന് വേണ്ടി നമ്മൾ മോഹം ഉണ്ടാവണം. എന്തെങ്കിലും ഒരു കാരണമൊക്കെ ഉണ്ടാക്കിയിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കണം. കുരുക്ഷേത്ര യുദ്ധം തുടങ്ങുന്നതിനേക്കാൾ മുമ്പിലെ ഭയങ്കര രസമായിട്ട് കൃഷ്ണൻ പറയായിരുന്നു അർജുനൻ്റെ അടുത്ത്, നമുക്കൊരാളെ ഒന്ന് കണ്ടിട്ട് വരാം, അയാളുടെ കൂടി സപ്പോർട്ടിൽ നമുക്ക് തുടങ്ങാം യുദ്ധം. അർജുനൻ വിചാരിച്ചു കൃഷ്ണൻ പറയുന്നല്ലേ പോവാം. അങ്ങനെ പോയപ്പോൾ ഒരു നദിയുടെ തീരത്ത് ഒരാൾ ഇരിക്കുകയാണ്. പുറകിൽ നിന്ന് നോക്കുമ്പോൾ കുറച്ച് പ്രായമൊക്കെ കാണുന്ന മുടിവൊക്കെ നരച്ചിട്ടൊക്കെ ഉണ്ട്. അങ്ങനെ മുന്നിലെത്തി നോക്കിയപ്പോൾ അർജുനൻ്റെ ബോധം പോയി. ഒരു മങ്കി ആയിരുന്നു അത്, ഒരു വയസ്സായിട്ടൊരു വാനറിന് ഇരിക്കുമായിരുന്നു. മെല്ലെ സൂക്ഷിച്ച് നോക്കുമ്പോൾ മനസ്സിലായി ഇത് പണ്ട് ഹനുമാൻ എന്നുള്ള പേരുള്ള ആരെങ്കിലുമൊക്കെ ആയിപ്പോ. കൃഷ്ണൻ പറഞ്ഞു അതെ ഹനുമാൻ തന്നെയാണ്. ചോദിക്കുവാണ് ഹനുമാനെ ഒരു സ്ഥലത്ത് വരണം നമ്മുടെ കൂടെ. ഹനുമാൻ ചോദിച്ചു എവിടെയാ? കാര്യങ്ങളൊക്കെ വിശദീകരിച്ചിട്ട് പറയാണ് യുദ്ധം നടക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതിന് അങ്ങയുടെ സപ്പോർട്ട് വേണം. അപ്പോൾ എന്തായാലും അല്ലേ ത്രേതായുഗം, ദ്വാപരയുഗം, ഇതെല്ലാം അവതാരങ്ങളാണ്. ഹനുമാൻ മനസ്സിലായി. ഹനുമാൻ പറഞ്ഞ രസമായിട്ടൊരു വാക്കുണ്ടായിരുന്നു, ഞാൻ വരാം പക്ഷെ ഒരു കണ്ടീഷനുണ്ട്. കൃഷ്ണൻ പറഞ്ഞു ഓക്കെ, കണ്ടീഷനൊക്കെ റെഡിയാക്കാം. എന്താ കണ്ടീഷൻ ചോദിച്ചു. ഞാൻ വരുന്ന സ്ഥലത്ത് എല്ലാ ദിവസവും സത്സംഗം ഉണ്ടാവണം. അപ്പോൾ നമ്മുടെ അർജുനൻ പറയണം മതി ഈ പരിപാടി ശരിയാവില്ല, പോയേക്കാം. കാര്യം യുദ്ധം നടക്കുന്നിടയ്ക്കാണ് സത്സംഗ്, ഇതെങ്ങനെയാണ്? കൃഷ്ണൻ പറഞ്ഞ ഒരു മഹാ സത്സംഗ് ഞാൻ ഏർപ്പാടാക്കാം എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു കണ്ടീഷനിൽ ഇദ്ദേഹം വരുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശ്രീമദ് ഭഗവത്ഗീത അർജുനനേക്കാൾ കൂടുതൽ ഗംഭീരമായിട്ട് കേട്ട് ആസ്വദിച്ചതാരാ? ഹനുമാനാണ്. അദ്ദേഹത്തിന്റെ കണ്ടീഷൻ കൃഷ്ണൻ എന്ത് ചെയ്തു മനസ്സിലാവുണ്ട്, ഫുൾഫിൽ ചെയ്തു. അതുകൊണ്ട് അർജുനൻ മാത്രം കേട്ടു, ഹനുമത് ധ്വജനായിട്ട് അദ്ദേഹം ഉണ്ടായിരുന്നു അവിടെ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന സത്സംഗത്തിനുള്ളൊരു മോഹമൊക്കെ വെച്ചിട്ട് വേണം നിങ്ങൾ ബാക്കി കേൾക്കാൻ, കേട്ടോ? ഭയങ്കര സീരിയസ് ആയിട്ടാണ് സത്സംഗം. കുരുക്ഷേത്ര യുദ്ധം ചെയ്യുന്ന സോൾജിയേഴ്സിനല്ല നിങ്ങളുടെ മുഖത്ത് ഈ സീരിയസ്നെസ്. വളരെ അകലെ ഇരിക്കുവാണ്, അടുത്തിരുന്നിട്ട് ഇങ്ങനെ നോക്കുവാണ്. ശ്രീമദ് ഭഗവത്ഗീത ഒരു യോഗശാസ്ത്രമാണ്, യുദ്ധശാസ്ത്രമല്ല. അതാദ്യം മനസ്സിലാക്കുക. അതുകൊണ്ട് ഇത്ര സീരിയസ്നെസ് വേണ്ട. അന്നത്തെ ക്ഷത്രിയന്മാരുടെ ഒരു കുലത്തൊഴിൽ പോലെയാണ്. യുദ്ധം ചെയ്തിട്ടില്ല എങ്കിലാണ് മോശം. ഇവരെ എന്ത് ചെയ്യും? മോശം പറയും യുദ്ധം ചെയ്തിട്ടില്ലെങ്കിൽ. ചൂതിന് കളിക്കാൻ വിളിച്ച പോകണം. ഇതൊക്കെ ചട്ടമാണ്, നിയമമാണ്. പോയിട്ടില്ലേ പ്രശ്നം എന്ന് വെച്ചാൽ അത് അവരുടെ ബ്ലഡിലുള്ളതാണ്. ആ സമയത്തെ, ആ കാലത്ത്. ഞാനിതൊക്കെ പറയുമ്പോൾ വളരെ ലാഘവത്തോടെ ഒരു കാര്യം ഓർക്കാറുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു സ്ഥലത്ത് മാത്രമേ ശ്രീകൃഷ്ണൻ അങ്ങനെ കാണിച്ചിട്ടുള്ളൂ. ബാക്കി എല്ലാ സ്ഥലത്തും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ആനയും കുതിരയും കാലാളും കുന്തവും ബഹളവും അടിയും ബഹളത്തിൻ്റെ ഒക്കെ ഇടയിൽ ഒരാൾ മാത്രം പുഞ്ചിരിയോടെ സ്വസ്ഥമായിട്ടിരിക്കുമായിരുന്നു. ആരാ? ശ്രീകൃഷ്ണൻ. അതിന്റെ അർത്ഥം ഭയങ്കര രസമാണ്. പ്രശ്നങ്ങൾ ജീവിതത്തിൽ അനിവാര്യമാണ്. പ്രശ്നങ്ങൾ മാറിയിട്ട് ചിരിക്കാമെന്ന് കരുതരുത്. പ്രശ്നത്തിന്റെ ഇടയിൽ ചിരിച്ചൊരു ആളുണ്ട്. ആ ആളുടെ ജീവിതം കംപ്ലീറ്റ് പ്രശ്നത്തിലായിരുന്നു. ശരിയല്ല ഞാൻ പറഞ്ഞിരിക്കുന്നത്? ആ ആളെയാണ് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഭഗവാൻ എന്റെ പ്രശ്നം മാറ്റണേ. അപ്പം ഭഗവാൻ ഇങ്ങനെ ഇടയ്ക്ക് ഇതൊക്കെ ആലോചിക്കും. നീ ഒന്ന് എൻ്റെ ജീവിതത്തിലേക്ക് നോക്കിയാൽ, ഞാൻ ജനിച്ചതോ ജയിലിൽ, പ്രളയത്തിൽ, ഞാൻ വരുന്നതിന് മുമ്പിൽ എൻ്റെ കുറേ സിസ്റ്റേഴ്സ് ബ്രദേഴ്സ് ഒക്കെ ആ കംസൻ കാലുകുരിക്ക് അയച്ചു. എന്നെ കൊല്ലാൻ ഒരുപാട് പേരെ വിട്ടു. ഞാൻ കാരണം മധുര ഒരുപാട് പ്രയാസപ്പെട്ടിട്ടുണ്ടായിരുന്നു. ജരാസന്ധനൊക്കെ 16 തവണ ഒളിച്ചോടി എന്നൊരു പേരുണ്ട്. രൺചോട് എന്ന് പറഞ്ഞൊരു പദമുണ്ട് കൃഷ്ണന്. എന്ന് വെച്ചാൽ അത് പേടിച്ചിട്ട് ഓടിയതല്ല. ഞാൻ അവിടെ നിന്ന് കഴിഞ്ഞാൽ യുദ്ധത്തിൽ കൂടുതൽ നഷ്ടം ഉണ്ടാവുമല്ലോ. നിങ്ങളൊന്ന് അദ്ദേഹത്തിന് ഒന്ന് ആലോചിച്ച് നോക്കി അല്ലേ? ഒന്ന് എല്ലാം കഴിഞ്ഞിട്ട് ഒന്ന് ശ്വാസം വിടാന്ന് കഴിയുമ്പോഴേക്ക് യുദ്ധം തുടങ്ങി. ഇനി എല്ലാം കഴിഞ്ഞിട്ട് എൻ്റെ ആൾക്കാരൊക്കെ സഹായിക്കാന്ന് കരുതുന്നവർക്ക് മാത്രമേ അവരെ അനുഗ്രഹിച്ച് പോകാൻ നോക്കുമ്പോൾ ശാപം വലിച്ചു, ദ്വാരകയെ കടലെടുത്തു. ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ ഇത്ര വലിയ മഹാത്മാവ് മുഴുവൻ പ്രശ്നത്തിലായിരുന്നു കൂടി
ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല ഞാൻ പ്രശ്നത്തിലാണ്, എന്നെ ഒന്ന് വെറുതെ വിടുമെങ്കിൽ തലവേദന എടുക്കുന്നത്, എൻ്റെ പ്രശ്നം തീരട്ടെ എന്നിട്ട് നിന്റെ എപ്പോഴെങ്കിലും പറഞ്ഞു? എവർ. ജീവിതം എന്ന് വെച്ച് കഴിഞ്ഞാൽ സംഘർഷഭരിതമാണ്, ഒരു കുരുക്ഷേത്ര യുദ്ധമാണ് ആക്ച്വലി, മനസ്സിലായ? പക്ഷെ നിങ്ങൾ അതിൻ്റെ ഇടയിൽ പൂജയും പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് ഭഗവാൻ പറയും ഭഗവാൻ ഒന്നും ഉണ്ടാവുന്ന ലൈഫിൽ. ഇത് കാലാകാലങ്ങളായിട്ടുണ്ടായിരുന്നു. പണ്ട് യുദ്ധം തുടങ്ങിയിരിക്കുന്നത് ലോകങ്ങൾ തമ്മിലായിരുന്നു, ഇങ്ങനെ അസുരലോകം ദേവലോകം. പിന്നെന്തായി ദ്വാപര യുഗത്തിലൊക്കെ വന്നപ്പോൾ രാഷ്ട്രങ്ങൾ തമ്മിലായി, ഇങ്ങനെ ശ്രീലങ്കയും ഇന്ത്യയും അല്ലേ, രാമരാവണ. പിന്നെ അത് വന്നപ്പോൾ എന്തായി, കുടുംബത്തിലേക്ക് വന്നു. ദ്വാപര യുഗത്തിൽ ആരൊക്കെയാ? കൗരവരും പാണ്ഡവർ ഒരു കുടുംബത്തിലെ ആൾക്കാരാണ്. ഇതാ ഇപ്പോഴും പ്രളയത്തിലൊക്കെ മാറി കാലം കലിയുഗമായിട്ട് വന്നു, ഇപ്പോഴും യുദ്ധം നടക്കുന്നുണ്ട്. അത് ലോകത്തിലും രാഷ്ട്രത്തിലും അല്ലെങ്കിൽ കുടുംബത്തിലൊന്നും അല്ല, പക്ഷെ അത് നടക്കുന്ന എവിടെയാ? ഇത് ഇപ്പൊ ഇവിടെ നിങ്ങൾ നോക്കും പറയും ആ യുദ്ധം നടക്കുവാണ് നിങ്ങളുടെ ഉള്ളിൽ. അപ്പൊ ആ പ്രസന്നതയും ശാന്തിയും സന്തോഷവും ഉത്സാഹവും ധൈര്യവും ഒക്കെ ഉണ്ടെങ്കിൽ ജയിക്കുന്നത് പാണ്ഡവരാണ്. നിങ്ങളുടെ പക്ഷത്ത് കൃഷ്ണനുണ്ട്. കൃഷ്ണനുണ്ടെങ്കിൽ ജയം സുനിശ്ചിതമാണ്. കേൾവിയല്ല ശ്രീമദ് ഭഗവത്ഗീത, പ്രാക്ടിക്കലാക്കാൻ വേണ്ടി നോക്കണം. കുറച്ചെങ്കിലും നിങ്ങൾ ഭജിക്കുന്ന ഭഗവാൻ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നീ ചിരിക്കും, നീ സന്തോഷമായിട്ടിരിക്കും. ഞാൻ പറഞ്ഞ മനസ്സിലാവുണ്ടത്. ഞാനിങ്ങനെ ഒരു ഭയങ്കര സംസ്കൃത പണ്ഡിതനൊന്നുമില്ല, ഈ ബുക്കൊക്കെ എടുത്തുകൊണ്ട് കേരള സംസ്കൃതം വായിക്കും. എനിക്ക് തോന്നുന്നു ഞാനൊക്കെ ആയിരിക്കണം ഈ ഒരു ക്ഷേത്രത്തിനോട് ചേർന്നിട്ട് വളരെ അടുത്ത് വരുന്ന ഒരു പ്രഭാഷകൻ. ഞാനിങ്ങനെ നാട്ടുകാരനാണ്, കുന്നാവിലാണ്. ബാക്കി എല്ലാവരും പല സ്ഥലങ്ങളിൽ നിന്നൊക്കെ വരുമ്പോൾ ഞാൻ ഈ സായം സന്ധ്യയിലൂടെ വന്നിട്ട് ഭഗവാന്റെ നാമസങ്കീർത്തനം ചെയ്യാൻ പറ്റുന്നത് ഭയങ്കര കൃതാർത്ഥനാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ആരെയാണോ നിങ്ങൾ പരിപോഷിക്കുന്നത്, ആർക്കാണോ നിങ്ങൾ കൂടുതൽ ഭക്ഷണം കൊടുക്കുന്നത്. സിമ്പിൾ എക്സാമ്പിൾ, നമ്മുടെ ഉള്ളിൽ രണ്ട് കാളകൾ തമ്മിൽ ഫൈറ്റ് ചെയ്യാമെന്ന് കരുത്, അല്ലെങ്കിൽ രണ്ട് കാളകൾ, ഏത് കാളയാണോ സ്ട്രോങ് ആവുക ആ കാളക്ക് കൂടുതൽ ഭക്ഷണം കിട്ടുന്നുണ്ടാവും. ഇല്ലെങ്കിൽ എങ്ങനെയാ? ശരിയല്ലേ? സോ ഞാൻ നിങ്ങളുടെ പ്രശ്നങ്ങൾ പേപ്പറിൽ എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എഴുതുന്നത് ദുഃഖം, പ്രശ്നം, അസ്വസ്ഥത, അസൂയ, അത് ഇതൊക്കെ ആണെങ്കിൽ ആ കാളക്ക് നിങ്ങൾ കൂടുതൽ ഭക്ഷണം അറിയാണ്ട് ഫീഡ് ചെയ്യുവാണ്. അതാണ് അത് ശക്തമാവുന്നത്. അല്ലെങ്കിൽ ലിസ്റ്റിൽ നിങ്ങൾ എഴുതണം നിങ്ങൾക്ക് എന്താണുള്ളത് ജീവിതത്തിൽ, സന്തോഷം, തൃപ്തി, ആനന്ദം, ശാന്തി. യു ആർ ഫീഡിങ് ദാറ്റ് ബുൾ. മനസ്സിലാവും ഞാൻ പറഞ്ഞിരിക്കുന്നത്? ഞാൻ ചോദിക്കുന്നില്ല കേട്ടോ ഏത് കാളയാണ് എന്താണെന്ന്, ഇതൊക്കെ കണ്ടാ അറിയാം. പ്രത്യക്ഷ പരചിത്ത ദർശനം. ലോകം മാറി AI-ന്റെ കാലാണ്. നിങ്ങളുടെ വാക്കുകളെക്കാൾ കൂടുതൽ നിങ്ങളുടെ സാന്നിധ്യം സംസാരിക്കും. ഭക്തനാണ്, സാധകനാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അത് കാണണം. നമ്മുടെ ശാന്തി ഉണ്ടാവണം നമ്മുടെ സാന്നിധ്യത്തിൽ ആൾക്കാർക്കെല്ലാം. അതിനൊക്കെയാണ് ഇത് കേട്ട് പോകേണ്ടത്, ഇതിനൊക്കെ വേണ്ടി ചെയ്യേണ്ടത്. സനാതന ധർമ്മം നിലനിൽക്കേണ്ടതിന്റെ അത്യാവശ്യമായിട്ടുള്ള ഒരു സമയത്താണ് നമ്മൾ ഇതൊക്കെ കേൾക്കാനും അറിയാനൊക്കെ വന്നിരിക്കുന്നത്. എന്നിട്ടോ നമ്മൾ വരുമ്പോൾ നമ്മൾ അവരോട് പറയുന്നില്ല ഇന്ന് കാർത്തികയാണ്, എത്ര പേരോട് എങ്ങനെയൊക്കെ പറഞ്ഞ് എങ്ങനെയൊക്കെ ആഘോഷിക്കാം. തിങ്ക് അബൌട്ട് ഇറ്റ്. നാളെ വലിയൊരു മഹാത്മാവ് വരുവാണ്, അത് കഴിഞ്ഞ പിന്നെ ഞാൻ വീണ്ടും ഉണ്ടാവും. ഇയാളെ പോയാൽ മതി, ഇങ്ങനെയാണോ? യു ഷുഡ് ഷെയർ ദിസ്, isn't it so? ഇന്നത്തെ ഓക്കെ. നമ്മുടെ ഉള്ളിൽ ആ പങ്കുവെക്കാനുള്ള ഒരു മനസ്സുണ്ടാവണം. ഭഗവാൻ പറയുന്നത്, അർജുന യു റിമെമ്പർ മീ, എൻ്റെ സ്മരണ ഉണ്ടാവും നിനക്ക്. സ്മരണ ഉണ്ടാകുമ്പോഴേ നിനക്ക് പങ്കുവെക്കാൻ സാധിക്കുള്ളൂ. സ്മരണ ഇല്ലാതെ എങ്ങനെയാ ഇത് പറയാൻ വേണ്ടി പറ്റുക? അപ്പോൾ ഷെയർ മീ. ആരാണോ എന്നെ ഷെയർ ചെയ്യുന്നത് അവന്റെ ഹൃദയത്തിൽ ഞാൻ ഉണ്ട്. എനിവേ ഞാൻ ഹൃദയത്തിലുള്ള ഒരാളാണ്. അവിടെ നിന്നാണ് ഈ ഗീത തുടങ്ങുന്നത്. അതുവരെ ആർക്കും പിടികിട്ടിട്ടില്ല ഭഗവാന്, ഒരാൾക്കും, ഇവൻ അർജുനന് പോലും. പ്രശ്നവും ദുഃഖവും വിഷമമൊക്കെ വന്നപ്പോ വീഴാനൊരു കാരണം ഉണ്ടായിരുന്നു. സേനയൂർ ഉഭയൂർ മധ്യ രഥം സ്ഥാപ്യമിക അച്യുത. ഒരു ചുതിയും ഇല്ലാത്തവന്. ബാക്കി എല്ലാത്തിനും ചുതിയുണ്ട്, പക്ഷെ അങ്ങേക്ക് ചുതിയില്ല. ശ്രദ്ധിച്ചില്ലേ? നിങ്ങൾ ഈ പ്രാർത്ഥിക്കുന്ന എല്ലാത്തിനും ചുതിയുണ്ട് കേട്ടാ. ചുതി എന്ന് വെച്ചാൽ നാശം. പക്ഷെ അച്യുതൻ എന്ന് വിളിക്കുന്ന ഒരു പദമുണ്ട്, അതിന് ചുതിയില്ല. അപ്പൊ ഒരിക്കലും നാശമില്ലാത്ത ഒരാളുടെ അടുത്താണ് എപ്പോ വേണമെങ്കിലും നശിച്ചു പോകുന്ന സാധനങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും ഒരു ദിവസത്തെ പ്രാർത്ഥനയിൽ ഭഗവാന് അങ്ങ് കൂടെ ഉണ്ടാവണേ എന്ന് നിർത്തുന്നുണ്ടോ? ഇല്ലല്ലോ. ബാക്കിയെല്ലാം അങ്ങോട്ട് ചോദിക്കലല്ലേ. അങ്ങ് കൂടെ ഉണ്ടല്ലോ, അതോ യോഗേശ്വരനാണെന്ന്. ആണ് എത്ര യോഗേശ്വര കൃഷ്ണ തത്ര ധനുർധര പാർത്ഥ. യോഗേശ്വരനായിട്ടുള്ള കൃഷ്ണൻ കൂടെ ഉണ്ടെങ്കിൽ അവിടെ ലക്ഷ്മി വരും, ശക്തി ഉണ്ടാവും, അഷ്ട ഐശ്വര്യങ്ങൾ ഉണ്ടാവും. എവറിഥിങ് വിൽ കം ടു യു. ഈ വിശ്വാസം ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്നും വരരുത്, നാളെയും കേൾക്കരുത്. പിന്നെ കൃഷ്ണന്റെ പടമൊക്കെ മറച്ചു വെച്ചോളൂ. വെറുതെ ഒരു പ്രഹസനായി പോവുക ഭക്തി അല്ലെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം. വിശ്വാസം ഉണ്ടാവണം ആദ്യം. കാരണം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ അദ്ദേഹം ഉയർത്തുന്നതാണ് ഗീത. ദുഃഖത്തിൽ നിന്ന് ആ സ്വരൂപം ഞാനുണ്ട്. അങ്ങനെയൊക്കെയാണ് ഈ വിശ്വരൂപ ദർശനം എന്ന് പറഞ്ഞ 11ാമത്തെ ചാപ്റ്റർ സുപ്രീം ചാപ്റ്റർ ആണ്. അത് ചുമ്മാ വന്നിരുന്ന് കേൾക്കേണ്ട ഒന്നല്ല. പിന്നെ ആദ്യം ആ വിശ്വാസം ഉണ്ടാവണം. വസ്തുസ്ഥിതി പരിചയം ആൾക്കാരൊക്കെ കണ്ടാൽ നമ്മളാരും തളർന്നു പോകും.
നമ്മളെ ആരെങ്കിലും വല്ലതും പറഞ്ഞാൽ തന്നെ നമ്മൾ തളർന്നു പോകും. പിന്നെ അർജുനന്റെ കാര്യം ആലോചിച്ച് നോക്കി, കൈ പിടിച്ച് നടത്തിയ അമ്മാവന്മാർ മാത്രമല്ല, അസ്ത്രം എങ്ങനെ ചെയ്യണം എന്ന് കാണിച്ചു കൊടുത്ത ദ്രോണാചാര്യ മുമ്പിൽ നിൽക്കുവാണ്. നമ്മൾ തന്നെ കണക്കൊക്കെ പഠിപ്പിച്ച LP സ്കൂളിലെ ഹൈസ്കൂളിലെ മാഷ്മാരൊക്കെ എന്താ എഴുന്നേറ്റ് നിന്ന് മാഷെ എന്നൊക്കെ പറയും. ശരിയല്ലേ? അർജുനന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. കംപ്ലീറ്റ് ആൾക്കാർ അപ്പുറം, കൂട്ടിന് പേരിന് പോലും ആരുമില്ല. പിതാമഹൻ ആൾക്കാർ കമ്പിച്ചു. ദുര്യോധനും ദുശാസനൊക്കെ ഓക്കെ, അതൊരു എക്സെപ്ഷൻ. ബാക്കി എല്ലാവരും നല്ലവരാണെന്ന്. അതാണ് ഈ ഗാന്ധീവം സംസ്കൃതഹസ്ത എന്ന് പറയുന്നത്. ഗാന്ധീവെല്ലാം തളർന്ന് താഴെ വീണിട്ട് ഇദ്ദേഹം പറയുന്ന രസമായിട്ടൊരു വാക്കുണ്ട്. ഭയങ്കര രസമാണ്. ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു വെക്കണം. എന്നിട്ട് നമുക്ക് തുടങ്ങിയാൽ മതി. വിശ്വാസം വരട്ടെ നിങ്ങളുടെ ഉള്ളിൽ കുറച്ച്. അർജുനൻ പറയാണ്, കൃഷ്ണ ആരുമില്ലല്ലോ എന്നോടൊപ്പം, എനിക്കാരുമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തളർന്ന് താഴെ കിടക്കുവാണ്. ആര്? ഇതിങ്ങനെ കേൾക്കാനല്ല കേട്ടോ, ഇത് നിങ്ങളെ ഒന്ന് പറയണം, ഇങ്ങോട്ടൊക്കെ ഒന്ന് പറയണം. താഴെ കിടക്കുവാണ്. കൃഷ്ണൻ പറയുന്ന രസമായിട്ടൊരു വാക്കുണ്ട്, ഞാനില്ല നിന്റെ കൂടെ. മനസ്സിലാവുന്നുണ്ടോ? അവരൊക്കെ ഇല്ലെങ്കിൽ എന്താ? പറയൂ, ആരില്ലേ കൂടെ? ഞാൻ വെച്ചാൽ കൃഷ്ണ മനസ്സിലാവുന്നു, ഞാനില്ല കൂടെ നിന്റെ. പിന്നെ നിനക്ക് അവരൊക്കെ ഉണ്ടായിട്ടും ഞാനില്ല എന്റെ കാര്യം. നിങ്ങൾക്ക് എന്തൊക്കെയുണ്ട് ജീവിതത്തിൽ? ആ ഗ്രേസ് ഇല്ലെങ്കിലോ? നിങ്ങളുടെ ഒരുപാട് പേര് എനിക്കറിയാൻ കേട്ടോ. കാര്യം എനിക്ക് നിങ്ങളെക്കാൾ കുറച്ച് പ്രായമൊക്കെ കുറവാണെങ്കിലും ഞാനൊരു 10-25 കൊല്ലമായിട്ട് 10-20 വർഷമായി പഠിപ്പിക്കാൻ തുടങ്ങി. സംസ്കൃതം കാര്യങ്ങളല്ല, നമ്മുടെ ഗുരുദേവ് ശ്രീ രവിശങ്കർ ഇങ്ങനെ ട്രാവൽ ചെയ്ത് ഒരുപാട് ആൾക്കാരൊക്കെ കാണും. എല്ലാം ഉള്ളവരാണെന്ന്. ദുഃഖം, പ്രശ്നം, വിഷമം, വേദന, ജീവിതം അവസാനിപ്പിക്കല്. അപ്പൊ അതിന്റെ ഇടയിലൊന്ന് രക്ഷപ്പെടണ്ടേ? ആരില്ലെങ്കിലും രക്ഷപ്പെടാൻ കാരണമാക്കുന്ന ആ ആളിൽ വിശ്വാസം ഉണ്ടാവണം. എല്ലാം പ്രതികൂലമായിട്ടാണ് ഇവർ ഇറങ്ങിയിരിക്കുന്നത്. യുദ്ധത്തിന് കാണാൻ വേണ്ടി പോയപ്പോ പറയാണ്, ഞാനുണ്ട്, എന്റെ സേനയുണ്ട്. ഈ കൃഷ്ണൻ കൂടെയുള്ള സേന മഹാമടിയന്മാരാണ് കേട്ടോ. കൃഷ്ണന്റെ നാരായണീ സേന എന്നാ പറയാ. കൃഷ്ണനേ ഉള്ളൂ ഗംഭീരം. അപ്പോ ദുര്യോധനൻ പറയാണ്, അങ്ങില്ലേയും കുഴപ്പമൊന്നുമില്ല, നമുക്ക് അങ്ങയുടെ സേന മതി. അർജുനോട് പറഞ്ഞു, ഇതൊന്ന് ആലോചിച്ചോ, ഞാൻ വേണമെങ്കിൽ അവനോട് പറയാം, എനിക്ക് വേറെ ഒന്നും കൂടി ഞാൻ വരാം, ആയുധം പോലും എടുക്കൂല. ഇങ്ങനെയൊക്കെയാണ് ഈ പോകുന്നത്. അതിന്റെ ഇടയിലാണ് ഈ വിശ്വരൂപമൊക്കെ വരുന്നത്. ദുര്യോധനൻ പറഞ്ഞു, ഇനിയിപ്പോ അർജുനൻ എന്താണ്, നിങ്ങൾ സേന വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും എനിക്ക് നിങ്ങളെ വേണ്ട, അതുകൊണ്ട് വാക്ക് പാലിക്കണം. അങ്ങനെ ഭയങ്കര ഡിമാൻഡിലൊക്കെയാണ് ഇവർ കൊണ്ടുപോകുന്നത്. അങ്ങനെ ഈ സേന അവിടത്തേക്ക് പോയിട്ടും എന്താണ്, നമ്മുടെ കൗരവർക്ക് ഭയങ്കര എന്താണ്, ഇതെപ്പോ തുടങ്ങണം എന്നുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു. അപ്പൊ ഈ ജ്യോതിഷിയെ വെച്ചിട്ട് ഇങ്ങനെ ഈ ജാതകം നോക്കും ദുര്യോധന്റെ ജാതകം നോക്കിയിട്ട് ജ്യോതിഷി പറയുന്ന രസമായിട്ടൊരു വാക്കുണ്ടായിരുന്നു. ജ്യോതിഷി പറയാണ്, പ്രഭു ധൃതരാഷ്ട്രോട് പറയാണ്, ഈ മൊമെന്റിൽ ഈ സമയത്ത് വെച്ച് യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ അങ്ങയുടെ മകൻ രാജാവാണ്, ഉറപ്പായിട്ടും ജയിക്കും എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെയാണ് ഇവർ തുടങ്ങുന്നത്. അങ്ങനെ തുടങ്ങി 3-4 ദിവസം ആകുമ്പോഴേക്കും ഒരുപാട് നഷ്ടം, കഷ്ടം, പ്രശ്നങ്ങളൊക്കെ വരാൻ വേണ്ടി തുടങ്ങി. അപ്പൊ വീണ്ടും ഈ ജ്യോതിഷിയെ വെച്ച്, കൊട്ടാരനെ വെച്ച് ഭയങ്കര ഫേമസ് ആണ്. ആളെ വെച്ച് നോക്കുമ്പോൾ കറക്റ്റ് ടൈമാണ്, ഈ സമയം ചെയ്ത് അങ്ങ് ജയിക്കേണ്ടതാണ്. അപ്പൊ അവിടെ വിദുരർ ഇരിക്കുന്നുണ്ടായിരുന്നു. വിദുരർ പറയാണ്, ഒന്നും കൂടി നോക്കൂ. അങ്ങനെ ഒന്നും കൂടി പ്രാർത്ഥിച്ച് നോക്കിയപ്പോൾ ഒരു കാര്യം പിടികിട്ടി. എല്ലാം ശരിയാണ് ഈ മൊമെന്റ് വരെ, പക്ഷെ യുദ്ധത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നക്ഷത്രത്തിനെയും ജാതകത്തിനെയും ടൈമിനെയും രാശിയെയും ഗതിയെയും മാറ്റുന്ന ഒരു മഹാശക്തിയെ കാണുന്നുണ്ട് അവിടെ. വിദുരർ പറയാണ്, ആ ശക്തിയുടെ പേരാണ് ശ്രീകൃഷ്ണൻ. ഒന്ന് വെറുതെ ഒന്ന് കൈയൊക്കെ അടിച്ച് എനിക്കൊരു ഉഷാറാണ്. വെറുതെ അടിക്കും, വെറുതെ. ഭഗവാൻ കൃഷ്ണയുടെ വരട്ടൊരു കാര്യം, അന്തര്യാമിയാണ് ആള്, അധോക്ഷജനാണ്, ഉൾക്കണ്ണുള്ളവനാണ്. അതേ ഉള്ളൂ ഇവിടെ. ഏകോഹം ബഹുശ്യാമ, അതൊക്കെയാണ് വിശ്വരൂപ ദർശനത്തിൽ വരാൻ വേണ്ടി പോകുന്നത്. ഞാനേ ഉള്ളൂ, എന്റെ തന്നെയാണ് എല്ലാം. അപ്പൊ ആ വിശ്വാസത്തിലെടുക്കണം എല്ലാ കാര്യങ്ങള്. അപ്പൊ ഈ വിശ്വാസം ഇല്ലാണ്ടായപ്പോഴാണ് ശമിച്ചപ്പോ വിഷാദത്തിലേക്ക് ആള് പോയത്. എന്നിട്ട് കൈവിട്ടില്ല കൂടെയുള്ള ഒരാളെ. നമ്മൾ പലപ്പോഴും അങ്ങനെയാണല്ലേ, ഓ ഇവനെ കൊണ്ടൊരു കാര്യമില്ല, ഇനി മതി, ഇവൻ കുറ്റം പറയും, ഒഴിവാക്കും. ശരിയല്ലേ നമ്മൾ പറഞ്ഞിരിക്കുന്നത്? അർജുനൻ ചെയ്തില്ല. ഇവന്തോ അദ്ദേഹം ഭഗവാനാകുന്ന സമയത്ത് അറിയ പോലുമില്ല, വിശ്വരൂപം കണ്ടിട്ടില്ല. പക്ഷെ ആ സഖാവിനോട് കൂടുണ്ടായിരുന്നു. നമ്മുടെ മറ്റേ സഖാവല്ല, ഇതൊന്നും സഖാവല്ല, ഈ പേരിൽ വന്നതായിരിക്കണം അല്ലേ? ആ സുഹൃത്ത് ബന്ധത്തിൽ ഏറ്റവും വലിയ സഖാവ് ശ്രീകൃഷ്ണനായിരിക്കണം. അപ്പോ ഏറ്റവും വലിയ അനുയായി അർജുനൻ. ഇതെല്ലാം തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. ഈ പ്രഥ, ഈ ആചാരം ഭയങ്കര രസമാണ് ഇതെല്ലാം. അദ്ദേഹം പറയാം, ശിഷ്യസ്തോഹം ത്വാപിമാം പ്രപന്നം, ഞാൻ അങ്ങയുടെ ശിഷ്യനാണ്. ഫ്രണ്ട് എന്നൊന്നല്ല പറഞ്ഞിരിക്കുന്നത്, അതുവരെ ഫ്രണ്ടായിരുന്നു, അതുവരെ കൂടെ നടന്ന ആളായിരുന്നു. അവര് ഒരുമിച്ച് നടക്കും, തമാശയൊക്കെ പറയും. ഇത്രയും എന്താണ് കൃഷ്ണനോട് ക്ലോസ്ലി അസോസിയേറ്റ് ചെയ്ത വേറെ ആളില്ല. ഇവൻ കുചേലൻ പോലുമില്ല, വേറെ ആരുമില്ല. ഭക്തോസിനെ സഖാ ചെയ്ത്, നീ എൻ്റെ ഭക്തനുമാണ്, അതിനപ്പുറം നീ എൻ്റെ സഖാ സുഹൃത്തു കൂടിയാണ്.
അതുകൊണ്ട് ഇതെൻ്റെ അദ്ദേഹം പറഞ്ഞു നെഹി പ്രപശ്യാം, എനിക്ക് എവിടെയും ഇരുട്ടാണ് കാണുന്നത്, എനിക്ക് ആരുമില്ല, എന്താ ചെയ്യുക? അതുപോലെ ഞാനില്ല നിൻ്റെ കൂടെ. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെ എന്ത് രസമായിട്ടാണ് ഈ കാര്യങ്ങളിലേക്ക് അദ്ദേഹത്തെ കൈപിടിച്ച് കൊണ്ടുവരുന്നത് എന്നുള്ളതാണ്. ഒരു വേളയിൽ ഇദ്ദേഹം യുദ്ധമൊന്നും ചെയ്യാണ്ടിരിക്കുമ്പോൾ പലപ്പോഴും നമ്മളെങ്ങനെയാണല്ലോ, ഒരാൾ വളരെ കൂടെ ഉണ്ടെങ്കിലും നമ്മൾ അയാളുടെ ഒരു ആനുകൂല്യത്തിൽ ചുമ്മാതിരിക്കും. അപ്പോൾ ആൾ യഥാർത്ഥ സുഹൃത്താണെങ്കിൽ നമ്മളെ പോട്ടെ ഞാൻ ഉണ്ട് എന്നല്ല പറയാം, നിന്നെ ശരിക്ക് കർമ്മനിരതനാക്കാനുള്ള പ്രക്രിയകളൊക്കെ അയാൾ എടുക്കും. അയാൾ ഉപയോഗിച്ചൊരു വാക്ക് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ സുഹൃത്തുക്കളെ പോലും പറഞ്ഞിട്ടുണ്ടാവില്ല. കൃഷ്ണൻ പറയായിരുന്നു ക്ലൈബ്യ നിഹപ്പാർച്ച, നീ കാണിക്കുന്ന പരിപാടി ആണും പെണ്ണും കെട്ട ഹിജതക്ക് തുല്യമായിട്ടൊരു പരിപാടിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ പറയാണ് വലിയ കേമനാണ്. കേമനല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി, ഇത്രയും യുഗങ്ങൾ കഴിഞ്ഞിട്ട് ഇപ്പോഴും കൊടുക്കുവാണ് അർജുന അവാർഡ്. എവിടെയെങ്കിലും ദുര്യോധന അവാർഡ് കൊടുക്കുന്ന കണ്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും കർണ അവാർഡ് കൊടുക്കുന്ന കണ്ടിട്ടുണ്ടോ? ഭീമ അവാർഡ് വല്ല അർജുന അവാർഡ് യുനവായി ഇല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി, ഇത്ര ശ്രേഷ്ഠനാണ്. നീ ഒളിച്ചോടിയാൽ നിന്നെക്കുറിച്ച് ആൾക്കാർ എന്തൊക്കെ പറയും. കാലാകാലങ്ങളിൽ യുദ്ധത്തിൽ ഒളിച്ചോടി പോയ ഒരാളാണ് അർജുനൻ എന്ന് പോലും പറയും. അപ്പൊ ഇങ്ങനെയുള്ളൊരു ആത്മഗ്ലാനി പേര് നടക്കാൻ നീ ആലോചിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോഴായിരുന്നു ഇദ്ദേഹത്തിന് ശരിക്കും ഒന്ന് ഉഷാറായത്. മെല്ലെ ഒന്ന് കേൾക്കാനുള്ളൊരു മനസ്സൊക്കെ വന്നു തുടങ്ങിയത്. അങ്ങനെ മനസ്സ് വന്നു തുടങ്ങിയിട്ട് ആ കൃഷ്ണ സുഖാണോ, നേരത്തെ വന്നോ, നമുക്കിത് എപ്പോഴാണ് തീരാമെന്നല്ല ചോദിച്ചത്. അദ്ദേഹത്തോട് ചോദിച്ചിരിക്കുന്ന വാക്കുകളൊക്കെ ഭയങ്കര രസമാണ്. അങ്ങ് ആരാണ് ശരിക്കും, സ്ഥിതപ്രജ്ഞന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ പറയുമ്പോഴാണ് ഈ 2ാമത്തെ അധ്യായം വരുന്നത്. എല്ലാം മാറുന്നതാണ്, മാറ്റത്തിന് വിധേയമല്ലാത്ത ഒന്നുണ്ട് നിന്റെ ഉള്ളിൽ, ആ ചൈതന്യമാണ് ഞാനും നീയും എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ അത് കേട്ടപ്പോൾ ഭയങ്കര രസമാണ് കേട്ടോ. ഗീത നിങ്ങൾ ഇങ്ങനൊരു ഇൻട്രൊഡക്ഷൻ കിട്ടുന്നത് പോലും ഭയങ്കര രസമാണ്. ശരിയല്ലേ? പറയുമ്പോൾ കേൾക്കുമ്പോൾ തലയൊക്കെ ആട്ടുന്നു. അദ്ദേഹം പറയാണ് എനിവേ നീ ഇതൊക്കെ കേൾക്കുവാണ്, നിനക്ക് ചോയ്സ് ഉണ്ട്, ഒന്നുകിൽ ചെയ്യാം അല്ല ചെയ്യാതിരിക്കാം. അദ്ദേഹം പറഞ്ഞു ഞാൻ ഇതൊക്കെ വിട്ടിട്ട് സന്യസിക്കാൻ വേണ്ടി പോവാണ്. ശരി, സന്യസിക്കാൻ വേണ്ടി പോയാലും നീ അവിടുന്ന് വെള്ളം കുടിക്കും, കിടന്നുറങ്ങും, ശ്വസിക്കും, അതും കർമ്മമാണ്. ആ കർമ്മം നിനക്ക് കല്യാണപരമായിട്ട് ചെയ്തുകൂടെ ഇവിടെ? ശരിയല്ലേ? എൻ്റെ നമ്മൾ ജീവിക്കും കേട്ടോ. എൻ്റെ നമ്മളിപ്പോൾ രാത്രി കിടന്നുറങ്ങും, ഊണ് കഴിക്കും, TV കാണും. ഇനി അങ്ങനെ ചെയ്യുന്നത് നിനക്കൊരു സമൂഹം നമുക്കായി ചെയ്തുകൂടെ? Then it's called Krishna says that's what കല്യാണ കർമ്മം. ബാക്കി ഞാൻ എൻ്റെത്, എൻ്റെ മക്കൾക്ക് ചോറ് കൊടുക്കുക, മക്കൾ കൊണ്ടുവന്ന് ഞാൻ കഴിക്കുക, മക്കളും ഞാനും കിടന്നുറങ്ങുക, മക്കളും നമ്മളെ TV കാണുക, ഇതല്ലേ തുടരുന്നത്. എന്ത് കല്യാണപരമായ കർമ്മമാണ് നമ്മൾ ചെയ്യുന്നത്? ഞാൻ ചാമുണ്ടിക്കോട്ടം നിവാസികൾ എല്ലാം കല്യാണപരമായി ചെയ്യുന്നുണ്ട്. ഞാൻ പൊതുവെ പ്രഭാഷക ആൾക്കാർ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും കേൾക്കണം. ഇനി അഥവാ കുറച്ച് വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ ശക്തമായി നിങ്ങൾ ഈ ഈ സനാതന ധർമ്മം പുനഃസ്ഥാപിക്കാനുള്ള ഒരു കാലും കൈയും നിങ്ങൾ എടുത്തു വെച്ച് മതിയാവും. ധർമ്മോ രക്ഷതി രക്ഷിത. ആരാണോ ധർമ്മത്തെ രക്ഷിക്കുന്നത്, വേറെ ആരും കൂടെ ഇല്ലെങ്കിലും. ചില സമയത്തൊക്കെ പറയും കുട്ടികളൊക്കെ അവരുടെ ഇമോഷണൽ മെന്റൽ പ്രശ്നങ്ങളിലൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോകുമ്പോൾ അവർ പറയാറുണ്ട്, എന്താണ് അമ്മ എന്താ ഇത്ര വലിയ കാര്യമൊക്കെ ചെയ്തിരിക്കുന്നത്, നിങ്ങളുടെ കർമ്മയല്ലേ നമ്മളെ പോറ്റുക എന്നുള്ളത്. അപ്പോഴാണ് ദൈവമേ ഇവന്മാരൊക്കെ ഇവിടെയുള്ളവരല്ല, പൊതുവെ ആർക്കും ഇങ്ങനെ പറയുന്നതൊക്കെ ശരിയല്ല. പക്ഷെ നിങ്ങൾ അതൊന്നും വേണ്ടെന്നല്ല, അതൊക്കെ ചെയ്യൂ. അതൊക്കെ ചെയ്തുകൊണ്ട് ധർമ്മത്തിന്റെ കൂടെ നിങ്ങൾ നിന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഴുമ്പോൾ നിങ്ങൾ ഈവൻ തോ വീഴാൻ പോലും വിടൂല ധർമ്മം. അതാണ് ധർമ്മത്തെ ആര് രക്ഷിക്കുന്നുവോ അവനെ ആര് രക്ഷിക്കും? ഒന്ന് ഉറക്കെ പറ. ഒക്കെ മെല്ലെ ഒന്ന് മനസ്സിൽ വെക്കണമെന്ന്. യുദ്ധം തുടങ്ങി 17ാമത്തെ ദിവസം നമ്മുടെ കർണനും അർജുനനും മുഖാമുഖം വരുവാണ്. ഇതൊക്കെ നിങ്ങൾ മനസ്സിൽ കാണുന്നില്ലേ? യെസ് നോ? ഭയങ്കര കേമനാണ് ആര്? കർണന് വേണ്ടി കർണന്റെ പ്രഭാവത്തിൽ അർജുനൻ നിഷ്പ്രഭമാകുന്ന സമയത്തെ പോലും നിർത്തിച്ച ആളാണ് കൃഷ്ണൻ. അതറിയാം നിങ്ങൾ? പറക്കുന്ന പക്ഷികൾ നിശ്ചലമായി, കർണൻ എഴുത അമ്പ് നിശ്ചലമായി. പക്ഷെ അത് ആർക്കും മനസ്സിലായില്ല. ടൈമിനെ പോലും നിർത്തിയ ശക്തിയാണ് ഭഗവാൻ. അപ്പൊ നിങ്ങൾ ഈ പ്രാർത്ഥിക്കുന്ന കടലായ കൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരാൾ സാധാരണ ആളല്ല. എന്തും ചെയ്യാനും എങ്ങനെ കാലത്തിന്റെയും ഗതിയും ഒരാൾ പോലും അറിയാത്ത കാര്യങ്ങളെ മാറ്റാൻ പറ്റുന്ന മഹാശക്തിയാണ് അദ്ദേഹം. ഇത് അർജുനന് പിടികിട്ടത് 17ാമത്തെ ദിവസമായിരുന്നു. കാര്യം അതുവരെ കർണനും സുഹൃത്താണ്, ആൾക്കാരാണ്. കാരണം കർണൻ വീഴണ്ടേ, അതിനുശേഷം ദുര്യോധനൊക്കെ വീഴ്ത്താൻ വേണ്ടി പറ്റുള്ളൂ. സർവ്വസൈന്യാധിപനായിട്ടായിരുന്നു കർണൻ ഉണ്ടായിരുന്നത്. യുദ്ധക്കളത്തിൽ ഇവരിങ്ങനെ മുഖാമുഖം വരുന്ന ദിവസമാണ് 17ാമത്തെ ദിവസം. യുദ്ധം തുടങ്ങി ഗംഭീരമായിട്ടുള്ളൊരു യുദ്ധം. അപ്പോൾ യുദ്ധം ഇങ്ങനെ കൊടുമ്പിരിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ബ്രേക്കൊക്കെ ഉണ്ട് കേട്ടോ, ഇതൊന്നും അറിയില്ല. മോർണിംഗിൽ തുടങ്ങിയ യുദ്ധം, ഉച്ചയ്ക്ക് ലഞ്ചിന് ബ്രേക്ക് ഉണ്ട്, ഈവനിങ്ങിൽ അവർ പരിപാടി നിർത്തും. അത് കഴിഞ്ഞാൽ അവർ സുഹൃത്തുക്കളാണ്, അവരുടെ ടെന്റിലൊക്കെ പോകും, വിശേഷമൊക്കെ പറയും. വന്നു കഴിഞ്ഞാൽ ഭയങ്കര കാലാളിനെ വെട്ടുള്ളൂ. നമ്മളിവിടുത്തെ പോലത്തെ നിയമത്തിന്റെ എതിരൊന്നുമല്ല. അവർ വളരെ നിയമം നോക്കും. കുന്തമുള്ളവനെ ചെയ്യുള്ളൂ. മനസ്സിലാവുന്നുണ്ട്? ആ രീതിയിലൊക്കെയായിരുന്നു അവരുടെ ആ ഒരു നിയമം. ഇവരുടെ ഭക്ഷണം പോലും വളരെ കൃത്യമായിട്ട്. ഈ ഉടുപ്പിയിലെ മഹാരാജാവ്, ഭോജ മഹാരാജാവ് സംതിങ് ലൈക്ക് ദാറ്റ്, അവരാണ് ആക്ച്വലി നമ്മളുടെ എല്ലാ നാട്ടുരാജ്യങ്ങളും പോയിട്ട് പാണ്ഡവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോയിരുന്നു. അപ്പോൾ ഉടുപ്പിയിലെ രാജാവും പോയിട്ടായിരുന്നു. അപ്പോൾ അവിടെ പോയ കൃഷ്ണൻ പറഞ്ഞു, നിങ്ങളും ചേർന്നാൽ പിന്നെ ഭക്ഷണം വെക്കാൻ ആരെങ്കിലും വേണ്ട.
ഈ മഹാസൈന്യമാണ് ഇത് എന്ന് വെച്ചാൽ, ഈവൻ ദോ യു നോട്ട് ബിലീവ്, ഇതിന്റെ വ്യാപ്തി എന്ന് വെച്ചാൽ ഇപ്പൊ കണ്ടിരിക്കുന്ന ഭാരതമൊന്നുമല്ല, ജംബൂ ദ്വീപ് എന്നാണ് പറയാ. ഇപ്പോഴാണ് പ്രളയമൊക്കെ ബാധിച്ച് ഇന്ത്യയൊക്കെ ഒരു പ്രത്യേക ഷേപ്പിൽ ശ്രീലങ്ക അങ്ങനെയൊക്കെ. ഐ മീൻ മഹാഭാരതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, ഇറ്റ്സ് ഹ്യൂജ് ആക്ച്വലി. അപ്പൊ ഇത്രയും സൈന്യങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണമെങ്കിൽ ഇത് കൃഷ്ണന്റെ അടുത്ത് പോയി. അപ്പൊ കൃഷ്ണന്റെ അടുത്ത് പോയപ്പോ ഈ കൃഷ്ണൻ ഈ കടല കഴിക്കുമായിരുന്നു. ഈ കടല ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്ന തൊലി ഇങ്ങനെ ബാക്കി വെച്ചു. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, ഭക്ഷണം ഇപ്പൊ എത്ര പേർക്ക് വെക്കണം എന്നറിയില്ല, വേസ്റ്റ് ആവരുത്, തികയുണ്ടാവരുത്, ശരിയല്ലേ? നമ്മൾ ഈ പെരുങ്കലിയായിട്ടൊക്കെ വെക്കുമ്പോൾ ആൾക്കാരുള്ള എത്ര പേര് വരുവാ വെച്ചാൽ ബാക്കിയാവും. ചില സ്ഥലത്ത് കുഴിച്ചു മൂടുന്നൊക്കെ കാണാം, ചില എത്താണ്ട് ഭക്തർ മടങ്ങുന്ന കാണാം. വാട്ട് ടു ഡു? യു വിൽ നോട്ട് ബിലീവ്, കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ ഇത്രയും ലക്ഷക്കണക്കിന് ആൾക്കാർ യുദ്ധം ചെയ്യേണ്ട ഒരാൾക്ക് പോലും ഊണ് കിട്ടാതെ ഇരുന്നിട്ടില്ല. ഇദ്ദേഹം എന്താ ചെയ്തതെന്ന് വെച്ചാൽ കൃഷ്ണനോട് പോയി ചോദിച്ചപ്പോൾ കൃഷ്ണൻ ഈ കഴിച്ച കടലയുടെ തൊലി ഉണ്ടല്ലോ, ആ തൊലി അവിടെ വെച്ചിട്ട് മൾട്ടിപ്പിൾ ചെയ്തിട്ട് അവിടെ കണക്കെഴുതും. മനസ്സിലാവുന്നുണ്ടോ? ആ കണക്ക് വെച്ചിട്ട് ഈ തൊലി കൂട്ടി നോക്കുന്ന സംഖ്യയാണ് ഓരോ ദിവസവും ഭക്ഷണം വെക്കാൻ ഉപയോഗിക്കുക. മനസ്സിലാവുന്നുണ്ടോ? പിറ്റേ ദിവസം പോകുമ്പോൾ ഈ മൾട്ടിപ്ലിക്കേഷൻ എന്താവും, കുറയും. ക്ലിയർ? അപ്പൊ കറക്റ്റ് ആയിട്ട് കുക്ക് ചെയ്യും. എന്ത് രസമാണെന്ന് നോക്കി. അപ്പൊ മെല്ലെ ഇതിങ്ങനെ തുടങ്ങി കൊടുമ്പിരിക്കൊണ്ട് നിൽക്കുന്ന സമയം കുറെ ആൾ വീണ് കർണനും അർജുനനും മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു അവസരത്തില് കർണൻ ചോദിക്കുവാണ്, ശല്യരാണ് തേരാളി, അറിയാലോ ഇതൊക്കെ. അദ്ദേഹത്തോട് ചോദിക്കുവാണ്, അഥവാ ഞാൻ സംശയമല്ല അടിച്ചു കാര്യം, അപ്പൻ കൃഷ്ണനാണ്, വാസുദേവൻ കൃഷ്ണൻ, ഞാൻ അർജുനൻ, അഥവാ ഞാൻ വീണ് കഴിഞ്ഞാൽ ശല്യരെ എന്താണ് ഇവിടെ നടക്കാൻ വേണ്ടി പോകുന്നത്? ശല്യർ പറയുന്നു, ഒട്ടും സംശയിക്കേണ്ട, നീ വീഴുന്ന മാത്രയിൽ കാരണക്കാരനായിട്ടുള്ള കൃഷ്ണനെയും അർജുനനെയും ഞാൻ അടിച്ചിരിക്കുന്നു. പറയുകയാണ്, ഓക്കെ, എന്തായാലും നിങ്ങളത് ചെയ്യണം കേട്ടോ, നമ്മളൊരു ധാരണയിലാണ്. അപ്പൊ ഇത് നമ്മുടെ അർജുനനും കേൾക്കുന്നുണ്ടായിരുന്നു. മേ ബി അങ്ങനെ ആയിരിക്കും അവരുടെ കോൺവെർസേഷൻ. അർജുനൻ ചോദിക്കും, കൃഷ്ണ കേട്ടില്ലേ? വീണ് കഴിഞ്ഞാൽ അദ്ദേഹം അതിന്റെ ആ ഒരു സാരഥിയായിട്ട് ഏറ്റെടുത്തിട്ട് മുന്നോട്ട് വന്നിട്ട് ചെയ്യുന്നതാണ് പറയുന്നത്, സർവ്വസൈന്യാധിപനായിട്ട്. അഥവാ ഞാൻ വീണ കൃഷ്ണ, ഇവിടെയാണ് നിങ്ങൾ ശരിക്കും ഇനി അങ്ങോട്ട് കൃഷ്ണന്റെ വിശ്വരൂപം അല്ലെങ്കിൽ വിഭൂതികളൊക്കെ നിങ്ങൾ കേട്ടു തുടങ്ങുന്നത്. പറയട്ടെ, അത് നിങ്ങളൊരു ഉത്സാഹമില്ലാതെ പോലെയാണ് ഇരിക്കുന്നത്. ശ്രീകൃഷ്ണൻ ആരാണെന്ന് അറിയാൻ വേണ്ടി പോവാണ്, ഈ ഭജിക്കുന്ന കൂടെ നിൽക്കുന്ന ആൾ ആരാണ് എന്ന് അറിയാൻ വേണ്ടി പോവാണ്. ഇതൊക്കെ ഇന്നലെ ഒന്ന് പറഞ്ഞാണെങ്കിൽ ഇന്ന് കൂടുതൽ ആള് വന്നതല്ലേ. സാറിന് നാളെയും മറ്റന്നാളൊക്കെ നമുക്ക് തുടരാറ് ഗംഭീരമായിട്ട്. സപ്തതി അല്ലേ, കുറെ ദിവസങ്ങളുണ്ട്. ഒരു ദിവസം ഒരു കസേര പോലും ഒഴിവാവാണ്ട് ഈ കൃഷ്ണനോടുള്ള ഭക്തിയിൽ നിങ്ങളത് ചെയ്തേക്കണം. ഇതൊക്കെയാണ് ഗുരുദക്ഷിണ ആക്ച്വലി ഭഗവാൻ കൊടുക്കേണ്ടത്. നിങ്ങൾ ഭഗവാൻ കൃഷ്ണനെ ഭജിച്ച് പ്രാർത്ഥിച്ച് ഇഷ്ടദേവനൊക്കെ ആയിട്ട് ആരാധിക്കുന്നെങ്കിൽ അർജുനൻ ചോദിക്കണം, അഥവാ ഞാൻ വീണ കൃഷ്ണൻ നിങ്ങൾ എന്താ ചെയ്യാൻ? ഇതൊരു ന്യായമായ ചോദ്യമല്ലേ? കൃഷ്ണൻ ഒട്ടും ശങ്കയില്ലാണ്ട് തിരിഞ്ഞു നോക്കുന്നത് അപ്പോഴൊക്കെ ഉള്ളു കേട്ടോ, വളരെ റയറായിട്ടൊക്കെ ഉള്ളു. രഥത്തിന് തിരിഞ്ഞു നോക്കിയിട്ട് പറയാൻ, ഞാൻ വീണാലല്ലേ, ഐ മീൻ നീ വീണാലല്ലേ, നിന്നെ വീഴാൻ ഞാൻ അനുവദിച്ചാലല്ലേ, എനിക്ക് വീഴ്ചയില്ല. നമേ ഭക്ത പ്രണശ്യതി, നീ എൻ്റെ സഖാവും ഭക്തനുമാണെങ്കിൽ നിന്നെ വീഴാൻ ഞാൻ അനുവദിക്കില്ല. ഇത് കേൾക്കുമ്പോൾ ഒരാളൊരു സ്പിരിറ്റ് നോക്കി, നിങ്ങൾക്ക് ഒരു ഉത്സാഹം തോന്നില്ലേ? ഇപ്പൊ അടിക്കണം, ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ ഒരു ആള് കിട്ടിയപ്പോ അടിക്കാനല്ലേ? അതായിരിക്കണം, ആ സ്പിരിറ്റ് ഉണ്ടാവണം. ഈ സ്പിരിറ്റ് എന്ന് പറഞ്ഞു കൊടുക്കുന്ന സ്ഥലത്ത് വരാനോ പങ്കുവെക്കാനോ ഉള്ള ഒരു എന്താ പറയുക, ആവേശം നമ്മുടെ ആൾക്കാർക്ക് കുറഞ്ഞു പോവാണ്. ആ ആവേശം ജ്വലിപ്പിക്കുന്ന ഒരു സത്സംഗം ഒരാളെങ്കിലും വന്നാൽ അത് മാറുമല്ലോ. അപ്പൊ ആ മാറ്റത്തിനായിട്ടുള്ള ഒരു രീതിയിൽ വേണം നമ്മളിത് കേൾക്കാൻ വേണ്ടി. ഗോട്ട് ഇറ്റ്? അതിനൊക്കെയാണ് അദ്ദേഹം ആ വിഭൂതി യോഗത്തിലൂടെ വിശ്വരൂപം കാണിച്ചു കൊടുക്കുമ്പോഴുണ്ടാകുന്ന അഡ്വാൻറ്റേജ് എന്താണെന്ന് നിങ്ങളോടൊപ്പം നോക്കൂ. ഇതെല്ലാം ആക്ച്വലി അർജുനൻ അറിയാനായിട്ടൊന്നുമല്ല. ഓരോ വേളയിൽ ഓരോന്ന് ചോദിക്കുന്നത് കാലാകാലങ്ങളായിട്ട് ശിഷ്യന്മാര് ഇത് കേൾക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പം അർജുനൻ ഓരോ ചോദ്യങ്ങൾ കൃഷ്ണന്റെ വിശ്വാസമില്ലാഞ്ഞിട്ടോ അറിയാനോ അല്ല, പിന്നെ ആർക്ക് വേണ്ടിയിട്ടാ? നിങ്ങളുടെ ഇപ്പോഴും ഇങ്ങനെയാണ്, ഏതോ കൃഷ്ണൻ ഏതോ അർജുനൻ, അവര് തമ്മിലായി, നമ്മളായിട്ട് ഒരു ബന്ധമില്ല മാഷെ, പോയിട്ട് വേണം എനിക്ക് സിനിമ സീരിയൽ ഭക്ഷണമൊക്കെ കഴിക്കാൻ. അയാളെ ഞാൻ വീണ്ടും ഓർപ്പിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നാളെ ഒന്നും വരില്ലേ? ഇത് നിങ്ങളുടെ കോൺട്രാക്ട് ആണ്, നിങ്ങളുടെ ഉള്ളിൽ നടക്കുവാണ്. നിങ്ങളാണ് അർജുനൻ, നിങ്ങളുടെ ഉള്ളിലുണ്ട് ഈ നെഗറ്റിവിറ്റി, ദുര്യോധന. നിങ്ങൾ ശരണം പ്രാപിക്കണം, നിങ്ങളും ഭഗവാൻ തമ്മിൽ ഡീലാണിത്, ശരിയല്ലേ? ആ ഭാവത്തിലൊക്കെ എത്തുമ്പോഴൊക്കെയാണ് ശരിക്കും എന്താണ് നമ്മുടെ 10ാമത്തെ അധ്യായത്തിലൊക്കെ ഞാൻ അതിനിടയിലൊക്കെ കുറേ കാര്യങ്ങൾ, നമ്മുടെ സമയവും കുറവാണ്, ദിവസവും കുറവാണ്, ഇതൊക്കെ ഹ്യൂജ് ചാപ്റ്ററാണ്. ഇതൊക്കെ സംസാരിക്കുമെന്ന് വെച്ചാൽ ആചാര്യന്മാർ പോലും 2-3 ശ്ലോകങ്ങളോ ബാക്കിയൊക്കെ ഞാനൊരു ശ്ലോകം പോലും വായിക്കാണ്ട് എടുക്കുവാണ്. ബട്ട് ഇൻട്രസ്റ്റിംഗ് റൈറ്റ്? ഒരു തലയൊക്കെ ആട്ടുവോ? ഭഗവാൻ പറയുന്നത് ഭയങ്കര രസമായിട്ട്,
എൻ്റെ വിശ്വരൂപത്തെ അല്ലെങ്കിൽ എൻ്റെ ദിവ്യരൂപത്തെ, എൻ്റെ വിഭൂതിയെ, എൻ്റെ മഹിമയെ ദേവന്മാർക്ക് പോലും പിടികിട്ടിയിട്ടില്ല. പിന്നെയല്ലേ മനുഷ്യർക്ക് മനസ്സിലാവുന്നുണ്ട്. ദേവന്മാർക്ക് പോലും പിടികിട്ടിയിട്ടില്ല. ഒരാൾക്ക് പോലും ഞാൻ ആരാണെന്ന് മനസ്സിലായിട്ടില്ല. പിന്നെ എങ്ങനെയാണോ നീയോ അല്ലെ മറ്റുള്ളവരോ അറിയാൻ വേണ്ടി പോകുന്നത്? യഥാകാശ സ്ഥിരം വായു. ആകാശത്തിൽ വായു എങ്ങനെ സ്ഥിരമായിട്ടിരിക്കുന്നുവോ, ഇവിടെയൊക്കെ വായു ഉണ്ട്, പക്ഷെ ഒരു കാറ്റടിക്കണം, അപ്പോഴാണ് അതിനെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുക. ഇതുപോലെയാണ് ഭഗവാൻ ഉണ്ട് എല്ലാവരുടെയും, പക്ഷെ ഉള്ളതിനെ നമ്മൾ അറിയില്ല. ഇതുപോലെയാണ് ആകാശത്തിൽ ഇങ്ങനെ വായു സ്ഥിരമായിട്ടിരിക്കുന്നുവോ അതുപോലെ ഞാൻ എല്ലായിടത്തും നിറഞ്ഞിരിക്കുവാണ്. അതുകൊണ്ട് തന്നെ ഞാൻ നിറഞ്ഞിരിക്കുന്ന ഞാൻ എന്തല്ല, ദേവന്മാർക്ക് പോലും പ്രാപ്യനായിട്ടുള്ള ഒരാളല്ല. അവരൊക്കെ എന്നെ, അല്ലെ അവരെ പോട്ടെ, മനുഷ്യരായിട്ടുള്ള ആൾക്കാർ പോലും എന്നെ എന്തായിട്ടാണ് കാണുന്നത്? മനുഷ്യരൂപത്തിൽ വന്നാൽ അല്ലെങ്കിൽ ഒപ്പം, ഇവൻ തോ ഞാൻ മനുഷ്യരൂപത്തിൽ വന്നാൽ പോലും എന്നെ ആരും അറിയ പോലും ഇല്ല. അതൊക്കെയാണ് നെക്സ്റ്റ് ചാപ്റ്റർ ഭയങ്കര രസമായിട്ട്. മനുഷ്യരൂപത്തിൽ വന്നിട്ട് എനിക്ക് തോന്നുന്നു മറ്റന്നാളുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ആ കഥകളും കാര്യങ്ങളൊക്കെ കുറച്ചായിട്ട് പറയാം. ഞാൻ ഒരിക്കലും ആരല്ല, സിംപ്ലി എനിക്കിവിടെ വരണമെങ്കിൽ ഒരു ഹ്യൂമൻ ഫോം ആവശ്യമാണ്. പക്ഷെ ഞാൻ ആരല്ല, മനുഷ്യനല്ല. ഞാൻ മനുഷ്യനാണെന്ന് വിശ്വസിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവന്മാരെ മണ്ടന്മാരാണ്. അവജാനന്തി മാമൂഢം മാനുഷി തനുമാശ്രിതം പരം ഭാവമജാനന്ദോ മമ ഭൂതമഹേശ്വരം. അതായത് ഞാൻ എല്ലാ സർവചരാചരങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യമാണ്, അല്ലാണ്ട് ഞാൻ എന്തിലല്ല, ഹ്യൂമൻ ഫോമിലല്ല. ക്ലിയർ ആവുന്നുണ്ട്? മാസ്റ്റർ ഒരു പ്രസൻസ് ആണ്. ഗുരു കൃഷ്ണൻ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ശരീരധാരിയായിട്ട് മാത്രം വെക്കരുത് കേട്ടോ. എല്ലാവരും നിങ്ങൾ കണ്ണടച്ചാലും തുറന്നാലും നിങ്ങൾ അറിയണം ഭഗവാൻ. ആ കോൺടെക്സ്റ്റിൽ ഇപ്പം ഞാൻ പറയുന്ന രീതിയിലേക്കൊക്കെ നിങ്ങൾ മെല്ലെ വരുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ വിഭൂതികളും പിന്നെ ആ വിഭൂതി യോഗം മെല്ലെ വിശ്വരൂപ ദർശനത്തിലേക്കൊക്കെ മെല്ലെ കൊണ്ടുപോകുന്നത്. മനസ്സിലാവുന്നുണ്ട്? ദെൻ കൃഷ്ണൻ ഇവിടെ പറയാണ്, ഞാനാണ് ഉത്ഭവം, ഞാനാണ് സ്പോർട്സ്, ആദ്യ ബീജം ഞാനാണ്. ആണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഈ കോഹം ബഹുസ്യാമ, ഒന്ന് പലതായതാണിത്. ഭയങ്കര രസമാണ്. നാരായണം പത്മഭവം വസിഷ്ഠം എന്നൊക്കെ പറഞ്ഞ രസമായിട്ടുള്ള ഒരു ശ്ലോകമുണ്ട്. അതിലത്തെ കാര്യം ഇതാണ്, വിഷ്ണു തനിച്ചായിരുന്നു, മീൻസ് ഹീസ് ദ ക്രിയേറ്റർ. അദ്ദേഹം ഇങ്ങനെ യോഗനിദ്രയിൽ തനിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തിന് ബോറടിച്ചപ്പോൾ അദ്ദേഹം ചുമ്മാ അദ്ദേഹത്തിൻ്റെ വയറിൽ നാഭിയുടെ ഭാഗത്തേക്ക് നോക്കി. അവിടുന്ന് ഒരു താമര വിഴുന്നു. താമരയിൽ ബ്രഹ്മാവുണ്ടായി. ആ ബ്രഹ്മാവിൻ്റെ ഹൃദയത്തിൽ വിഷ്ണു തന്നെ കയറിയിരുന്നു. എന്നിട്ട് ആ വിഷ്ണു തന്നെ ബ്രഹ്മാവിലൂടെ സൃഷ്ടിക്കാൻ തുടങ്ങി. സൃഷ്ടികളുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ ആര് തന്നെ കയറിയിരിക്കാൻ തുടങ്ങി? മഹാവിഷ്ണു കയറിയിരിക്കാൻ വേണ്ടി തുടങ്ങി. ഹി കോൾഡ് ഇൻ ഭാഗവതം, വിഷ്ണു സഹസ്രനാമത്തിലൊക്കെ ഭയങ്കര പേരുകളുണ്ട് അദ്ദേഹത്തിൻ്റെ. എന്താന്ന് വെച്ചാൽ അറിയാൻ അഭിജ്ഞാത സഖ. ഭയങ്കര രസമാണ്. നമ്മോടൊപ്പം ആളുണ്ട്, പക്ഷെ ആ ഒപ്പമുള്ള ആളെ നമ്മൾ അറിയില്ല. എന്ത് പറച്ചില്ല മാഷെ, നമ്മളോടൊപ്പം ഉള്ള ഒരാളെ, ട്രാവൽ ചെയ്യുന്ന ഒരാളെയൊക്കെ നമുക്ക് അറിയില്ലേ, പക്ഷെ വിഷ്ണുവിനെ അറിയില്ല. അഭിജ്ഞാത സഖയായിട്ടാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. മനസ്സിലാവുണ്ട്? ഈവൻ ശിഖണ്ഡി എന്നും പേരുണ്ട് മഹാവിഷ്ണുവിന് വിഷ്ണു സഹസ്രനാമത്തിൽ. കാരണം വെച്ചാൽ അദ്ദേഹമേ ഉള്ളൂ, അല്ലെങ്കിൽ ഇദ്ദേഹത്തെ വധിക്കാൻ വേണ്ടി സാധിക്കില്ല. ആരെ? ഭീഷ്മരെ. അതുകൊണ്ട് ആ ശാപം, ആ കഥയൊന്നും പറയുന്നില്ല, ഇദ്ദേഹം തന്നെ മുമ്പിൽ വന്നു. മനസ്സിലാവുന്നുണ്ടോ? ശിഖണ്ഡി എന്നും പേരുണ്ട്. മഹാവിഷ്ണു തന്നെ ശിഖണ്ഡിയായിട്ടുള്ള രൂപത്തിൽ, എന്ന് വെച്ചാൽ എല്ലാവരുടെയും ഉള്ളിലുള്ള ആ ചൈതന്യം. അങ്ങനെ എല്ലാവരുടെയും ഉള്ളിൽ അത് നിറഞ്ഞു നിൽക്കുവാണ്. നമ്മൾ അതിനെ അന്വേഷിച്ച് എല്ലായിടത്തും നോക്കുന്നുണ്ട്, പക്ഷെ ഒരിക്കൽ പോലും എവിടെ നോക്കുന്നില്ല. ഇപ്പോഴും നിങ്ങൾ അങ്ങനെ ഒരു പേര് നോക്കുന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ എന്നെ നോക്കിയിട്ടില്ലെങ്കിലും നിങ്ങൾ ഉള്ളിലേക്കെങ്കിലും നോക്കുന്നത്. ഈവൻ ഈ ഗീത, ഉപനിഷത്ത്, ഇതിനെല്ലാം ഒരിക്കൽ വിഷമാവും. എപ്പോഴാണെന്നറിയോ? ഇത് തുറന്നു കഴിഞ്ഞാൽ. ഓക്കെ, എന്തിനായി തുറന്നിക്കുന്നത്? ആക്ച്വലി ഇത് തുറക്കുന്നത് ഉള്ളിലോട്ട് നോക്കാനാണ്. പക്ഷെ ഇത് തുറന്നിട്ട് മുഴുവൻ ഞാനിത് തുറക്കുന്നില്ല പറയുന്നത്, ബാക്കിയെല്ലാം ഈവൻ പ്രഭാഷണമായാലും പാരായണമായാലും എല്ലാം ശ്രദ്ധയും ഉദ്ദേശവും ലക്ഷ്യമെല്ലാം വെളിയിലേക്ക്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് നമ്മൾ ഈ അധോക്ഷതിനെ അറിയാം? നമ്മളെ ഒന്ന് അദ്ദേഹം പുറകിലേക്ക് കൊണ്ടുപോകാൻ. ഐ ആം ദ പ്രിമോഡിയൽ, ഞാനാണ് ആദി, അഹം സർവസ്യ പ്രഭവോ മത്ത. ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൻ എൻ്റെ കർമ്മനിരതനാകും, അവൻ എൻ്റെ സേവ ചെയ്യും. അതാണ് നിങ്ങളോടിപ്പം ഞാനോ അദ്ദേഹമോ അല്ല വേറെ ആരെങ്കിലുമൊക്കെ ഈ സ്പിരിച്വൽ സനാതന ധർമ്മത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ സിമ്പിളാണ്. കൃഷ്ണനെ അറിയില്ല നിങ്ങൾക്ക്, അല്ല വിശ്വാസമില്ല, നിങ്ങളുടെ ഒന്നും തോന്നിയിട്ടില്ല. കുറച്ചൊരു സങ്കോചം വേണം കേട്ടോ ഇത് കേൾക്കുമ്പോൾ. ഞാൻ നിങ്ങളെ രസിപ്പിക്കാൻ വന്നൊന്നുമല്ല, മറ്റന്നാൾ നിങ്ങൾ വന്നിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇത് ഒരാൾ കേട്ടുപോയാൽ അവൻ 10 വരും.
നിന്റേതാണെന്ന് തോന്നാതിടത്തോളം കാലം നീ ചെയ്യില്ല. ഞാൻ പറയുന്നല്ല, ഇതൊക്കെ ശ്ലോകാസിന്റെ ഇന്നർ മീനിങ് ആണ്. ഞാൻ അത് ചൊല്ലി പറയാൻ എന്നാൽ നമുക്ക് സമയം പോകും. സോ മൈ പോയിന്റ് ശ്രദ്ധിച്ചു കേട്ടോളൂ. അദ്ദേഹമാണ് ഇതിന്റെ സോഴ്സ്. ഇതറിയണം ആദ്യം. കാര്യം ഈ ആദ്യ ബീജം എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാത്തിൻ്റെയും എവിടുന്ന് തുടങ്ങിയെന്ന് വെച്ചാൽ അദ്ദേഹത്തിനാണ് തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ ഇത് അറിഞ്ഞു കഴിഞ്ഞ അഹം സർവസ്യ ഇത് മത്വം, ഇത് അറിഞ്ഞു കഴിഞ്ഞ പിന്നെ അവൻ എൻ്റെ സേവയിൽ മുഴുകും. പിന്നെ അവനെ ആർക്കും പിന്തിരിപ്പിക്കാൻ വേണ്ടി സാധിക്കില്ല. ചില ആൾക്കാരൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്, അവർ ഭയങ്കര ഇറങ്ങിയതാണ്. അവർ ഒരിക്കലും അവരെ പിന്തിരിപ്പിക്കാൻ വേണ്ടി സാധിക്കില്ല. അവരൊക്കെ ഒരു ചൊല്ലില്ല, എന്താണ്, കൊടികേറ്റിയ ഉത്സവം ജഗന്നാഥൻ നടത്തിയിരിക്കുന്നു പറഞ്ഞ പോലെ ഒരിക്കലും പിന്തിരിപ്പിക്കാൻ വേണ്ടി പറ്റില്ല അവർ. അതാണ് അവരുടെ ആ ഒരു വിൽ പവർ. അവരുടെ വിൽ പവർ വെറുതെ അവരുടെയും ആരെ കാണിക്കാനോ അതിലിതിലൊന്നല്ല. അവരുടെ വിശ്വാസം ഭഗവാനിലാണ്. ആരില്ലെങ്കിലും അങ്ങുണ്ടാവും. മനസ്സിലുണ്ടാവും പറഞ്ഞിരിക്കുന്നത്. ആ വിശ്വാസത്തോടെ നിങ്ങൾ കേൾക്കണം. ഇതിമത്വാം ഭജന്തു. ഈ വിശ്വാസത്തോടെ ആരാണോ ഞാൻ പ്രഭവം, അഹം സർവസ്യ പ്രഭവം, എല്ലാത്തിൻ്റെയും ആദി ഞാനാണ് എന്നറിഞ്ഞിരിക്കുന്ന ഒരാളിൽ എന്തുണ്ടാവും? വിശ്വാസം ഉണ്ടാവും. അവനെ പിന്തിരിപ്പിക്കാൻ വേണ്ടി പറ്റില്ല. ഇസ് ദാറ്റ് ക്ലിയർ? യെസ് നോ? നിങ്ങൾ ഇരിപ്പം നോട്ടൊക്കെ കണ്ടാൽ അറിയാം കുറച്ച് സമാധാനത്തിന് ഇവിടെ വന്നത്. ഈ മനുഷ്യൻ ഇത് കളയാണ്, എന്നാലും കുഴപ്പമില്ല. നിങ്ങളുള്ള അത് ഉറക്കണം, അത് ഉറച്ചിട്ട് കേൾക്കണം ആ മഹാവിശ്വരൂപത്തെ. മനസ്സിലാവുണ്ടോ? കാര്യം ദാറ്റ് ഫോം ഈസ് കോൾഡ് ആക്ച്വലി എന്താണ്, ഒരു ആത്മീയതയുടെ പരമോന്നതമായിട്ടുള്ള ഒരു അവസ്ഥയാണ് 11ാമത്തെ ചാപ്റ്റർ. അത് അറിയുന്നത് ആൾക്കാർ തപസ്സും ത്യാഗവും പരിശ്രമവും സാധനയും ജന്മജന്മാന്തരങ്ങളുടെ പുണ്യവും കർമ്മവും ഫലവും യോഗ്യതയുടെ ഒക്കെ അടിസ്ഥാനത്തിലാണ് അത് അറിയുന്നത്. എന്നാ പിന്നെ ഇത് ഫസ്റ്റ് തന്നെ കൊണ്ടുവച്ചാൽ കുറയായിരുന്നില്ലേ ഭഗവാൻ? അറ്റ്ലീസ്റ്റ് അതിലേക്ക് എത്തുമ്പോൾ ഇതെങ്കിലും നമ്മൾ കേൾക്കണ്ടേ? വേണോ? വേണ്ടത്? ഇതാണ് എൻ്റെ സാരം. ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ അവൻ എൻ്റെ സേവകനാവും. എന്ന് വെച്ചാൽ കൃഷ്ണന് മുമ്പിൽ കൃഷ്ണ പാടി പോലല്ല മാധവ സേവ. അറ്റ്ലീസ്റ്റ് നമ്മളെ കൊണ്ട് നന്മ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ലെങ്കിൽ തിന്മ ചെയ്യാതിരിക്കാം, അത് വലിയൊരു സേവയാണ്. ശരിയല്ലേ? സത്യം പറഞ്ഞാൽ നമ്മളൊന്നും ചെയ്യാതിരുന്നാൽ തന്നെ നാടൊക്കെ രക്ഷപ്പെടും തോന്നുന്നു. മിണ്ടാതെ ജസ്റ്റ് ഇതൊക്കെ ചിന്തിക്കും. നമ്മളൊന്ന് ചിന്തിക്കുന്നതിനേക്കാളുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കും. ശരിയല്ലേ? ശ്രദ്ധിച്ച് നല്ലതാണെങ്കിൽ നമ്മൾ ചെയ്യും. അതാണ് ആ സാധനയും സാധകനൊക്കെ ആകുമ്പോൾ ഉള്ള ഒരു ലക്ഷണവും വ്യത്യാസമൊക്കെ അതാണ്. അപ്പൊ നമ്മൾ മെല്ലെ തുടങ്ങണം. നമ്മൾ എന്തെങ്കിലും ഒരു ആത്മീയ യാത്ര, സാധന, ഇതുപോലുള്ള സത്സംഗ് 70 ദിവസം എന്നൊക്കെ പറഞ്ഞെങ്കിൽ എനിക്ക് തോന്നുന്നു ഇവിടെ വേറെ ഒരു മണ്ഡലകാലവും അല്ല വേറെ ഒരു സഭയും ഇത്രയും ധൈര്യം എടുത്തിട്ട് ഇതൊന്നും ചെയ്യില്ല. വളരെ സന്തോഷം. നമ്മുടെ ഇതുപോലുള്ളൊരു ഭഗവത്ഗീത സെഷനിലായിരുന്നു നമ്മുടെ സുരേഷ് ജി കഴിഞ്ഞ വർഷമല്ലേ, കഴിഞ്ഞ മണ്ഡലകാലം അദ്ദേഹം മൈക്കെടുത്ത് അനൗൺസ് ചെയ്ത് പറഞ്ഞിരിക്കുന്നത്, ഈ സഭ നമ്മളൊരു 10 ദിവസം കൂടി കൂട്ടും എന്ന് പറഞ്ഞിട്ട് അത് 51 ദിവസം ഉണ്ടാക്കി. സോ ദിസ് വർഷം അദ്ദേഹം അത് 70 ദിവസമാക്കി. ഇനിയിപ്പോൾ അദ്ദേഹം 100 ആക്കുമെന്ന് എനിക്ക് പേടി. 100 അല്ല 108 ആവട്ടെ. ശരിയല്ലേ? അങ്ങനെ നിങ്ങളുടെ പ്രദേശവാസികൾക്ക് എന്തൊരു ലക്ഷറിയാണ് ഇതൊക്കെ കേൾക്കാനും. വലിയ വലിയ ആചാര്യന്മാർ വരും. ചരതീർത്ഥം അചരതീർത്ഥം എന്ന് പറഞ്ഞ 2 കാര്യങ്ങളുണ്ട്. അമ്പലങ്ങളൊക്കെ അചരതീർത്ഥങ്ങളാണ്, എന്ന് വെച്ചാൽ ചലിക്കാൻ വേണ്ടി പറ്റില്ല. ബാക്കിയെല്ലാം ചരതീർത്ഥമാണ്. ചരതീർത്ഥം എന്ന് പറഞ്ഞാൽ അറിയോ? സഞ്ചരിക്കാൻ വേണ്ടി പറ്റും. സഞ്ചരിക്കാൻ വേണ്ടി പറ്റുന്ന പുണ്യ തീർത്ഥാടന, അതായത് ഒരു ഭക്തൻ വന്നിട്ട് എങ്ങനെ ഗംഗാനദിയിൽ മുങ്ങി പുണ്യസ്നാനം നേടുമോ അതുപോലെയാണ് ഇവിടെ സംസാരിക്കാൻ വേണ്ടി പോകുന്ന സ്വാമിയും സന്യാസ ശ്രേഷ്ഠന്മാരും പ്രഭാഷകന്മാരല്ല. ഞാൻ അങ്ങനെയാണ് പറയുന്നതല്ല പൊതുവെ. പക്ഷെ അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലോ എന്നുള്ളതാണ് എൻ്റെ ഒരു പിടിയോ. എന്ത് പിടിയിട്ട് നാളെ ആ സ്വാമിയൊക്കെ പറയുന്നത് നിറയണം നമ്മുടെ ചിദാനന്ദപുരി സ്വാമിജി അല്ലേ? അത് കഴിഞ്ഞ് മറ്റന്നാൾ. മൈ പോയിന്റ്, ഒരാളെങ്കിലും അത് കേൾക്കാൻ കൂടുതലുണ്ടെങ്കിൽ അവരുടെ ഹൃദയത്തിൽ ഇന്ന് രാത്രി കിടക്കുമ്പോൾ നാളെ ആ സ്മരണയിൽ മാറ്റം ഉണ്ടാവില്ലേ? യെസ് ഓർ നോ? അതൊക്കെ മനസ്സിലായതുകൊണ്ടാണ് എനിക്കൊക്കെ ജോലിയൊക്കെ ദുബായിലൊക്കെ ഉണ്ടായാണ് 15 കൊല്ലം മുമ്പ്. നിങ്ങൾ വിചാരിക്കുന്നത് ജോലി കിട്ടാണ്ട് പ്രഭാഷണവും പരിപാടിയും സ്വാമിയുടെയും കൂടി നടക്കുവാണ്. നോ, ഇത് കേൾക്കുമ്പോൾ ഒരാളുടെ എത്ര കോള് വരുന്നത്, എത്ര മെസ്സേജ് വരുന്നത്. എന്നൊക്കെ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് ഇനി ബാംഗ്ലൂരിൽ കുറിച്ച് കാണാൻ ഒരു ത്രോട്ട് ഇൻഫെക്ഷൻ ആണ്. അയാൾ പറഞ്ഞിരിക്കുന്ന മെഡിസിൻ എന്താണെന്നറിയോ? വോയിസ് റെസ്റ്റ്. ഞാൻ പറഞ്ഞു ഇതൊഴികെ ബാക്കി എന്തെങ്കിലും പറയണം. കാര്യം ഞാൻ മുമ്പ് മലപ്പുറത്തായിരുന്നു, അതിനുശേഷം ഓൺലൈൻ പ്രോഗ്രാം, ഇങ്ങനെയും എവിടെ ഇപ്പോൾ പ്രഭാഷണം. മനസ്സിലാവുണ്ട്? അപ്പം നമ്മൾ കേട്ടിട്ട്, നമ്മൾ സംസാരിക്കുന്നത് കേട്ടിട്ട് ഒരാളുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ സോ നൈസ്, റൈറ്റ്? യെസ് നോ? രാമനൊക്കെ പറയും, വസിഷ്ഠനൊക്കെ പറയും രാമൻ്റെ അടുത്ത്, രാമ
24 hours ഒരു ദിവസം പോലും നിന്റെ ജീവിതത്തിൽ സത്സംഗം ഇല്ലാത്ത നേരം ഉണ്ടാവരുത്. ഒരു ദിവസം എന്ന് വെച്ചാൽ 1 മണിക്കൂറെങ്കിലും, അറ്റ്ലീസ്റ്റ് 10 minutes എങ്കിലും നമ്മുടെ ജീവിതത്തിൽ സത്സംഗേ ഇല്ല. അതായത് അക്കണക്ക് ഇതൊക്കെ എന്ത് ലക്ഷറിയാണെന്ന് അറിയൂ. ഒരു വർഷത്തിൽ, ഒരു മാസത്തിൽ, അടുത്ത ക്ഷേത്രം. നമ്മളൊക്കെ വളരെ ലക്കി സോൾസ് ആണ് കേട്ടാ. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ അറിയാം, ക്ഷേത്ര നഗരിയാണ് ഇതെല്ലാം. ഇത്രയും ക്ഷേത്രങ്ങളുള്ള കേരളത്തിൽ എനിക്ക് തോന്നുന്നില്ല ഉത്തരേന്ത്യയിലൊക്കെ ഇപ്പോഴൊക്കെ മോഡേൺ ആയിട്ട് വല്ല ടെമ്പിൾ വില്ലേജൊക്കെ അവർ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അല്ലാതെ എത്ര ക്ഷേത്രങ്ങളാണ് മുക്കിനും മൂലയിലൊക്കെ.